സ്കോർപ്പിയോ ഒക്കെ പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ മഹീന്ദ്രൻ്റെ വണ്ടി എന്ന് പറഞ്ഞാൽ എല്ലാവരും പൂജിച്ചുകൊണ്ടിരുന്ന സാധനമാണ്. പക്ഷേ ഇന്ന് അങ്ങേ അറ്റം പ്രീമിയം കണ്ടീഷനിൽ ഇറങ്ങിയിട്ടുള്ള സാധനം കേട്ടോ. ഇത് നോക്കിയോ, നല്ല രീതിയിൽ കസ്റ്റമേഴ്സിന് ഓഫേഴ്സും കാര്യങ്ങളും നമ്മൾ ചെയ്തു. ഒരുപാട് ഗിഫ്റ്റ് ഒക്കെ ഉണ്ട്. അത് ഞാൻ ഓൾറെഡി ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ പറഞ്ഞ 970 എന്ന് പറയുന്നത് ജസ്റ്റ് ഇവിടുത്തെ ഒരു ഷോറൂമിലെ ആസ്കിംഗ് പ്രൈസ് മാത്രമാണ്. നിങ്ങൾ വന്ന് വണ്ടി കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ആ പ്രൈസിൽ നിന്ന് നല്ലൊരു എമൗണ്ട് കുറയുകയും ചെയ്യും അല്ലേ. ഇത് 2023 മോഡലാണ്. 23 എന്ന് പറയുമ്പോൾ ഏറ്റവും പുതിയ വണ്ടി തന്നെയാണ്. ഡീസൽ ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. 2018 മോഡലും 33,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. ഡീസൽ പെട്രോളോ? കൂടാതെ നമ്മുടെ ഒരു ഫോക്കസിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ 2 years വാറണ്ടി വരുന്നുണ്ട് കമ്പനി. എനിക്ക് തോന്നുന്നു സ്വാഭാവികമായിട്ട് നമ്മളെല്ലാ വീഡിയോയിലും പറയാറുള്ളതാണ്. അതെ, എന്നാലും നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണല്ലോ. അതെ അതെ, തീർച്ചയായും. ഒരു യൂസ്ഡ് കാർ ഒക്കെ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ എല്ലാവരുടെയും ഏറ്റവും വലിയൊരു കൺസേൺ എന്നൊക്കെ പറയുന്നത് നമ്മൾ വാഹനം വാങ്ങിക്കുമ്പോൾ അതിപ്പോൾ മറ്റൊരാൾ ഉപയോഗിച്ച വാഹനമാണല്ലോ, അപ്പോൾ അതിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടാവുമോ, ഇനിയിപ്പോൾ അത് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടുമോ എന്നൊക്കെ ഉള്ളത് എല്ലാവരുടെയും ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ യൂസ്ഡ് കാറൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ മാക്സിമം നിങ്ങൾ കുറച്ച് മോഡൽ കൂടിയ നല്ല വണ്ടികളൊക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കംപ്ലൈൻറ്റും ഇല്ലാണ്ട് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളതിനെ നമുക്ക് പറയാൻ പറ്റും. കാരണം പെട്രോൾ വണ്ടികളൊക്കെ ആണെങ്കിൽ പോലും പിന്നെ ഒരു 20 ശേഷമുള്ള വണ്ടികൾ കുറഞ്ഞ വർഷത്തെ പഴക്കമുണ്ട്, അതേപോലെ ലോ കിലോമീറ്ററൊക്കെയാണ് ഓടിയിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് അതിന് എനിക്ക് തോന്നുന്നു യാതൊരു കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ നിങ്ങൾ കൊല്ലം ജില്ലയിലൊക്കെ വന്നിട്ടാണ് വണ്ടി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ വരേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സ്. ഫോക്കസ് മോട്ടോഴ്സിൽ ഇപ്രാവശ്യം കാറോണം എന്നൊക്കെ പറഞ്ഞ ഒരു ഫെസ്റ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ വന്ന് വണ്ടി എടുക്കുന്ന ആർക്ക് വേണമെങ്കിലും, അത് വണ്ടി എടുക്കുന്ന ഏതൊരാൾക്കും നിങ്ങൾക്ക് ഇതാ ഈ പറഞ്ഞ ഗിഫ്റ്റുകളൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. ഇതിനകത്ത് കുറേ സംഭവങ്ങളുണ്ട്. എയർ ഫ്രയർ ഉണ്ട്, അതുപോലെ തന്നെ ഡിന്നർ സെറ്റ് ഉണ്ട്, പിന്നെ ഫ്യൂൽ കൂപ്പൺ ഉണ്ട്, അതുപോലെ തന്നെ 5,000 റുപ്പീസിൻ്റെ ക്യാഷ് പ്രൈസ് ഉണ്ട്, പിന്നെന്താ മിക്സർ ഗ്രൈൻഡർ, അങ്ങനെയുള്ള ഇതിപ്പോൾ ഇവിടെ ഒന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്നത്, സ്പിൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ പുറമെ നിങ്ങൾക്ക് സമ്മാന പെരുമഴ എന്നൊക്കെ പറഞ്ഞ വേറെ സംഭവമുണ്ട്. അതിൻ്റെ അകത്ത് വരുന്നത് ഫസ്റ്റ് ഒരു ഗോൾഡ് കോയിൻ, പിന്നെ ഒരു കപ്പിൾസിന് ടൂർ പാക്കേജ്, അതുപോലെ തന്നെ ഒരു TV, ഇതൊക്കെ ഒരു സ്പെഷ്യൽ നറുക്കെടുപ്പിലൂടെ കിട്ടുന്ന സമ്മാനങ്ങളാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ ഇപ്പോൾ നിലവിൽ കാറോണം എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓണമൊക്കെ ആവുമ്പോഴേക്കും ഇതിൻ്റെ മൊത്തം പരിപാടികളൊക്കെ സെറ്റപ്പ് ആവും. എടുത്തു പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്രാവശ്യം ഇവിടെ കിടക്കുന്ന വണ്ടികളാണ്. നമ്മൾ എപ്പോൾ നോക്കുമ്പോഴും ഏത് വണ്ടി നോക്കിയാലും എല്ലാം ഒരു 20 above ഉള്ള ക്വാളിറ്റിയുള്ള വണ്ടികളായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നല്ല എന്താ പറയുക, കുറച്ച് പ്രീമിയം വണ്ടികളും അങ്ങനെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. കൂടുതലൊന്നും പറയുന്നില്ല, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവരും ഒന്ന് കണ്ടോട്ടെ, കാണാത്തവരിലേക്ക് എല്ലാവരിലേക്ക് എത്തിക്കോട്ടെ. നേരെ വീഡിയോയിലേക്ക് പോകാം, ഫുൾ ഡീറ്റെയിൽസ് ഞാനൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സ് ഇതാ എല്ലാവരും ഒരുപോലെ എടുക്കാൻ ആഗ്രഹിക്കുന്ന പുതിയ കിടിലം കുറച്ച് വണ്ടികളുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഒന്ന് പരിചയപ്പെടുത്തിക്കോ. ഹായ്, എൻ്റെ പേര് നിഷ എന്നാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ തന്നെയായിരുന്നു അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും എന്തൊക്കെയാണ് വണ്ടികളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്? ഇപ്പം നമുക്ക് പുതിയൊരു ഫെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് കാറോണം എന്നാണ് നമ്മൾ അതിനൊരു ഡെഫിനിഷൻ തന്നെ കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ കസ്റ്റമേഴ്സിന് ഓഫേഴ്സും കാര്യങ്ങളും നമ്മൾ ചെയ്തു. ഒരുപാട് ഗിഫ്റ്റ് ഒക്കെ ഉണ്ട്, അത് ഞാൻ ഓൾറെഡി ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്രാവശ്യം വണ്ടി എടുക്കുന്നവർക്ക് കുറേ ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? അതുപോലെ തന്നെ സർപ്രൈസ് ആയിട്ട് നല്ല അടിപൊളി ഓഫറുകൾ വേറെ ഉണ്ട്. ഓക്കെ, തുടങ്ങല്ലേ നമുക്കെന്നാ ഈ വെന്യൂന്ന് എടുക്കാം അല്ലേ? ഇതേതാ മോഡല്? ഇത് 2023 മോഡലാണ് വരുന്നത്. 23 ആണ്. അതെ, പെട്രോൾ മാനുവൽ ആണ് വരുന്നത്. 33,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. 33 ഈ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടാവുമോ? അതെ, ഉറപ്പായിട്ടും പക്ക കറക്റ്റ് ആയിരിക്കും അല്ലേ? അതെ. എന്തെങ്കിലും ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ? റീപ്ലേസ്മെന്റും കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല വണ്ടിയിൽ. ഇത് സെപ്പറേറ്റ് അലോയിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് വേറെ വേരിയന്റ് ഏതാ പറഞ്ഞത്? SX 1.2. ഓൾമോസ്റ്റ് ഫുൾ ഓപ്ഷൻ തന്നെയാണ്, എന്നിട്ടും അലോയിലൊക്കെ മാറ്റി ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ ഒന്നും മോശമൊന്നുമില്ല, നല്ല ക്ലീൻ ആണ്. ഇത് പ്രൈസ് എത്ര വരുന്നത്? ഇതിന് ആസ്കിംഗ് പ്രൈസ് എത്ര വരുന്നത്? അത് നമുക്ക് 970,000 വരുന്നത്. 9,70,000 രൂപ. അതെ. ഓക്കെ, അതായത് പിന്നെ ആസ്കിംഗ് പ്രൈസ് മാത്രമാണ്, അതിലും ഓഫർ ഉണ്ട് അല്ലേ? നമുക്ക് ആ റേറ്റ്, ഈ പറയുന്ന റേറ്റിൽ നിന്ന് നമുക്ക് ഇപ്പൊ ഈ കാറോണം ഫെസ്റ്റ് നടക്കുന്ന കാരണം നമുക്ക് ഓഫേഴ്സും കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതായിരിക്കും. ശരി, അതായത് ഈ പറഞ്ഞ 970 എന്ന് പറയുന്നത് ജസ്റ്റ് ഇവിടുത്തെ ഒരു ഷോറൂമിലെ ആസ്കിംഗ് പ്രൈസ് മാത്രമാണ്. നിങ്ങൾ വന്ന് വണ്ടി കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ആ പ്രൈസിൽ നിന്ന് നല്ലൊരു എമൗണ്ട് കുറയുകയും ചെയ്യും അല്ലേ? ഒരു 90% മേലെ ലോണും അവൈലബിൾ അല്ലേ? ലോൺ സിബിൽ സ്കോർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 95% ഉള്ള ലോൺ ഒക്കെ. അതെ, നല്ല സിബിലും കാര്യങ്ങളും പ്രൊഫൈലൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ ലോണൊക്കെ കിട്ടുള്ളൂ എന്ന് എടുത്തെടുത്ത് വീണ്ടും പറയുന്നു അല്ലേ? ഓക്കെ, അടുത്തതായിട്ട് ഇതാ സെൽറ്റോസ് ആണെങ്കിലോ? സെൽറ്റോസ് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് കിടക്കുന്നത്. ഏറ്റവും വൈറൽ സാധനം കേട്ടോ, ഒരുപാടധികം ആൾക്കാർ എടുക്കാൻ വേണ്ടി അന്വേഷിക്കുന്നതാണ്. പക്ഷേ ഈ സാധനത്തിന്റെ വിലയാണ് കുറയാത്തത്, അതുകൊണ്ടാണ് വലിയ ബുദ്ധിമുട്ട്. ഇത് മോഡൽ ഏതാ? ഇത് 2023 മോഡലാണ്. 23 എന്ന് പറയുമ്പോൾ ഏറ്റവും പുതിയ വണ്ടി തന്നെയാണ്. ഡീസൽ ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. 43,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. അതെ അല്ലേ? സീറ്റ് വെന്റിലേഷൻ ഉൾപ്പെടെ എല്ലാവിധ ഫീച്ചേഴ്സും വരും അല്ലേ? GTX Plus ആണ് വേരിയന്റ് വരുന്നത്. അല്ല, അതേ പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് എൻഡ് എന്ന് പറഞ്ഞതിന് കാരണം അതാണ്, GTX ആണ്. അതെ. പിന്നെ ഇത് പുതിയതിന് ഓൾമോസ്റ്റ് ഒരു 28 ലക്ഷം രൂപയുടെ അടുത്ത് വിലയുണ്ടല്ലേ? അതെ. നമ്മുടെ ഒരു പ്രൈസ്, ആസ്കിംഗ് പ്രൈസ് എത്രയാ? ഇത് ആസ്കിംഗ് വരുന്ന 1770 ആണ് നമ്മൾ ചോദിക്കുന്നത്. 1770. അതും നെഗോഷ്യബിൾ ആണല്ലേ? നെഗോഷ്യബിൾ ആയിരിക്കും, പ്രൈസ് നെഗോഷ്യബിൾ ആയിരിക്കും. ഇപ്പൊ പലരും പറയും 17 രൂപയ്ക്ക് കൂടുതലല്ലേ എന്ന് പറയും. സംഭവം സത്യം പറഞ്ഞാൽ ഈ വണ്ടീൻ്റെ മോഡലിനും ഇതിൻ്റെ ഒരു പേരിൻ്റെ അപേക്ഷിച്ച് വലിയ കൂടുതലല്ല. പക്ഷേ ഇതിൽ നിന്ന് കുറയുന്ന എമൗണ്ടാണ്
ഏറ്റവും വലിയ കൂടുതൽ അല്ലേ? അതെ ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങേ അറ്റം വില കുറച്ചിട്ടാണ് ആ വണ്ടി തരാൻ പോകുന്നത്. നിങ്ങൾ വരെ വന്ന് വണ്ടി കണ്ട് സംസാരിക്കുന്ന സമയത്ത് ഓഫറിൽ ആ റേറ്റ് കുറയും കേട്ടോ. ഇതാണെങ്കിലോ ജീപ്പ് കോമ്പസ് ലിമിറ്റഡ് എഡിഷൻ ആണ് വരുന്നത്. 2018 മോഡലും 33,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. ഡീസൽ പെട്രോളോ? ഇത് പെട്രോൾ ആണ്, ഓട്ടോമാറ്റിക് ആണ്. കിലോമീറ്റർ കേട്ടപ്പോഴേ തോന്നി, കാരണം മൈലേജ് ഒരു 10 പ്രതീക്ഷ മതി. പക്ഷേ കംപ്ലൈൻറ്റ് വളരെ കുറവാണ്. അതുപോലെ തന്നെ എന്താ പറയുക, അപാകതകൾ ഒന്നുമില്ലല്ലോ? ഇല്ല, ഹിസ്റ്ററി ഫുള്ളും അവൈലബിൾ ആയിട്ടുള്ള വണ്ടിയാണ്. റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വണ്ടിക്കില്ല. ഓക്കെ, 18 മോഡലിൽ വളരെയധികം ലോ കിലോമീറ്ററിൽ വേണ്ട പെട്രോൾ ഓട്ടോമാറ്റിക് വേണമെങ്കിൽ ഇത് നോക്കിയാൽ അല്ലേ? പിന്നെ കംപ്ലൈന്റ് ഒന്നും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതെ. എന്താ വില? ഇത് നമുക്ക് ആസ്കിങ് 13.30 ആണ് നമ്മൾ റേറ്റ് വരുന്നത്. റേറ്റ് എന്തായാലും നെഗോഷ്യബിൾ ആയിരിക്കും, നല്ലോണം കുറയും. അതെ, നെഗോസിയേഷൻ എന്നുള്ളതിൽ കൂടുതൽ നിങ്ങളൊരു നമ്മളിപ്പോൾ ഓഫർ കൊടുക്കുന്നത് കാരണം കസ്റ്റമേഴ്സ് നമ്മൾ ഡയറക്റ്റ് ഷോറൂം വിസിറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ മാക്സിമം റേറ്റ് കുറച്ച് തന്നെ വണ്ടികൾക്ക് കൊടുക്കാൻ പറ്റും അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും 13.30 ആസ്കിംഗ് പ്രൈസ് ആണ്, നെഗോഷ്യബിൾ ആണ്. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 90% ലോണും കിട്ടും. അടുത്തത് ഗ്രാൻഡ് വിറ്റാര ആണല്ലേ? അതെ. ഇതിപ്പോ ഏതാ മോഡൽ? പുത്തൻ വണ്ടിയാണല്ലോ. ഇതിപ്പോ 2025 മോഡലാണ് വരുന്നത്. പെട്രോൾ മാനുവൽ ആണ്. 18,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. എനിക്ക് പെട്രോൾ ഓട്ടോമാറ്റിക്കലാണ്, നമ്മുടെ ഹൈബ്രിഡ് ഒക്കെ വരുള്ളൂ അല്ലേ? അതെ, ഇത് ഹൈബ്രിഡ് ആണ്. ആണോ? പെട്രോൾ മാനുവലും ഹൈബ്രിഡ് വരുന്നുണ്ട്. എനിക്ക് സ്ട്രോങ് അല്ല, മൈൽഡ് ഹൈബ്രിഡ് ആയിട്ട്. അതെ. കിലോമീറ്റർ വന്നിട്ട് 18,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. വെറും 18. ഓക്കെ, ഫുൾ ഓപ്ഷൻ അല്ലേ ഇത്? അതെ, ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഡെൽറ്റ മോഡൽ. ഡെൽറ്റയാണ്, ഫുൾ ഓപ്ഷൻ അല്ല, ഒരു മിഡിൽ ഓപ്ഷൻ ആയിട്ട് വരുന്നത് അല്ലേ? ഒട്ടുമിക്ക ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. നീറ്റ് ആൻഡ് ക്ലിയർ വണ്ടിയാണ്. അതെ, കീലസിന്റെ ബട്ടൺ സ്റ്റാർട്ട് ഉൾപ്പെടെ എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് എന്താ പ്രൈസ് എത്ര വരുന്നത്? ഇതിന് പ്രൈസ് ഇപ്പൊ ആസ്കിങ് ചോദിക്കുന്ന 12.30 ആണ് ഇട്ടിരിക്കുന്നത്. അത് നെഗോഷ്യബിൾ ആണ്. അത് നെഗോഷ്യബിൾ ആണ്. നെഗോഷ്യബിൾ ആണ്. അതിന്റെ മേലെ നിങ്ങൾക്ക് ഓഫറിൽ നല്ലൊരു പ്രൈസ് കുറയുകയും ചെയ്യും അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും മോശമൊന്നുമില്ല. വണ്ടി അത്യാവശ്യം കാണാനും നല്ല വൃത്തിയാണ്. പിന്നെ പുത്തൻ വണ്ടിയല്ലേ അല്ലേ? കൂടാതെ നമ്മുടെ ഒരു ഫോക്കസിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ 2 years വാറന്റി വരുന്നുണ്ട് കമ്പനി. എനിക്ക് തോന്നുന്നു സ്വാഭാവികമായിട്ട് നമ്മളെല്ലാ വീഡിയോയിലും പറയാറുള്ളതാണ്. അതെ, എന്നാലും നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണല്ലോ. അതെ, തീർച്ചയായും. യൂസ്ഡ് കാർസിനൊക്കെ 2 വർഷം വാറന്റി എന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യം തന്നെ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ധൈര്യമായിട്ട് എടുക്കാം, ഒരു പുതിയ വണ്ടി എടുക്കുന്ന പോലെ എടുക്കാം. അതെ, അടിപൊളി. ഇതേതാ പഞ്ച് ഏതാ മോഡല്? ഇത് പഞ്ച് വന്നിട്ട് 2023 മോഡലാണ് വരുന്നത്. കിലോമീറ്റർ വെറും 8,730 ഓടിയിട്ടുള്ളൂ. അതെയോ? പെട്രോൾ ആണ്. 730 അല്ലേ? അതെ, അങ്ങനെ ഏറ്റവും ലോ കിലോമീറ്റർ ആട്ടോ. വേരിയന്റോ? മിഡ് വേരിയന്റ് ആണ് വരുന്നത്. ഓക്കെ, ഒരു മിഡിൽ ഓപ്ഷൻ ആണ് അല്ലേ? മിഡിൽ ഓപ്ഷൻ ആണെങ്കിൽ പോലും സൺറൂഫ് ഉൾപ്പെടെ എല്ലാം വരുന്നുണ്ട് അല്ലേ? കൊള്ളാട്ടോ, നല്ല പുത്തൻ വണ്ടി. ഇതിപ്പോ പുതിയ എടുക്കാൻ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയത് ഒന്ന് കണ്ടിട്ട് പോയിക്കോളൂ അല്ലേ? എന്താ നമുക്ക് പ്രൈസ്? ഇത് 770 ആണ് നമുക്ക്. 770. ഓക്കെ, മോശമൊന്നുമില്ല. അതും ആ പ്രൈസിലും വീണ്ടും കുറയും. അതെ, എമൗണ്ട് നമ്മൾ നോക്കണ്ട, കാരണം നമ്മുടെ ഷോറൂമിൽ ഫെസ്റ്റ് നടക്കുന്നുണ്ട്. ഡയറക്റ്റ് വരുന്ന കസ്റ്റമേഴ്സിന് അതിൻ്റെതായ രീതിയിൽ ഓഫേഴ്സിലാണ് നമ്മൾ വണ്ടി ചെയ്യുന്നത്. വെറുതെ ഇവിടെ ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് പറയുന്നേ ഉള്ളൂ, എന്തെങ്കിലും ഒന്നും പറയണ്ടേ നോക്കത്തില്ല അല്ലേ? അപ്പോൾ അതൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ വരെ വന്നിട്ട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തരാൻ പോകുന്ന വില നിങ്ങൾ ഞെട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. ഉറപ്പായിട്ടും. അതാണ്. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു സിട്രോണിന്റെ വണ്ടി കാണിച്ചാൽ, സിട്രോൺ പെസാൾട്ട് അല്ലേ? അതെ, 2025 മോഡൽ. 25 ഞാൻ ഇതുവരെ നമ്മുടെ വീഡിയോയിൽ കാണിക്കാത്തൊരു വണ്ടിയാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വണ്ടി കാണിക്കുന്നത്. അതായത് സിട്രോൺ ആണ്. സിട്രോണിന്റെ കൂടുതൽ നമ്മൾ EV ഒക്കെയാണ് കണ്ടിട്ടുള്ളൂ. ഓക്കെ, ഇതിപ്പോ മോഡൽ ഏതാ? ഇത് 2025 മോഡല്. 23,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. വെറും 23 അല്ലേ? അതെ. എനിക്ക് തോന്നുന്നത് ഒരു കൂപ്പ ഡിസൈനിൽ വരുന്നൊരു വണ്ടി അല്ലേ? കൊള്ളാട്ടോ, നല്ല വൃത്തിയുണ്ട് കാണാനൊക്കെ. ഇത് കിലോമീറ്ററൊക്കെയോ? കിലോമീറ്റർ വന്നിട്ട് 23,000 അല്ലേ? അതെ. ഓക്കെ, ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല നീറ്റാണ്. ഒരുവിധം ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. ഓട്ടോമാറ്റിക് ആണ് അല്ലേ? ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 11.50 ആണ് വരുന്നത്. 11.50 ആസ്കിംഗ് പ്രൈസ്. അതെ, പെട്രോളിൽ ഓട്ടോമാറ്റിക്കിൽ വരുന്നത്. നല്ല കൊള്ളാവുന്നൊരു വണ്ടി കേട്ടോ, ഒരു വെറൈറ്റി സാധനം. 11.50 അല്ലേ? അതെ. അത് ഈ പറഞ്ഞ പോലെ തന്നെ പ്രൈസ് ഒക്കെ നല്ലോണം കുറയും. വേറെ അപാകതകളൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല, പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്തതായിട്ട് നല്ല അടിപൊളി ഒരു ക്രെറ്റ കാണിച്ചു തരാം. അത്യാവശ്യം പുതിയ കണ്ടീഷനിൽ തന്നെയുള്ള നല്ലൊരു ക്രെറ്റ കാണിച്ചു തരാം. ക്രെറ്റ ഏതാ മോഡല്? 2024 മോഡലാണ് വരുന്നത്. പെട്രോൾ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പിലുള്ള ഒരു വണ്ടിയാണ്. അടിപൊളി. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. ഈ പറഞ്ഞ പോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയാണ്. 23,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വരുന്നത്. SX ഓപ്ഷനിലാണോ? SXO ഓപ്ഷനാണല്ലേ? അടിപൊളി കണ്ടീഷനിൽ പെട്രോൾ ഓട്ടോമാറ്റിക്കിൽ സീറ്റ് വെന്റിലേഷൻ ഉൾപ്പെടെ വരുന്നുണ്ട്. ഒരുവിധം ഇല്ലാത്ത ഫീച്ചേഴ്സ് ഒന്നും തന്നെ ഇല്ലാന്ന് പറയാം അല്ലേ? അതെ. പെട്രോൾ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് 10-12 മാക്സിമം മൈലേജ് പ്രതീക്ഷിക്കുള്ളൂ. പക്ഷേ കംപ്ലൈന്റ് ഒന്നും സാധനം ഇല്ല അല്ലേ? അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇത് നമുക്ക് എന്താ പ്രൈസ്? ഇത് നമ്മളിപ്പോ ആസ്കിംഗ് ഇട്ടിരിക്കുന്ന 19.5 ആണ്. നെഗോഷ്യബിൾ ആണ് റേറ്റ്. ഞാൻ പറഞ്ഞില്ലേ, ഓഫർ നടക്കുന്നത് കൊണ്ട് റേറ്റ് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. അതെ, 19,50,000 രൂപ. അതും പിന്നെ ഓൾമോസ്റ്റ് 24 മോഡൽ പറഞ്ഞത്. 24 പുത്തൻ വണ്ടി തന്നെയാണല്ലോ അല്ലേ? 26 ലക്ഷം രൂപയെങ്ങാണ്ട് പുതിയ വില വരുന്നുണ്ട്.
ബാക്കി നിങ്ങൾ ചെക്ക് ചെയ്തെടുത്തോളൂ. അത്യാവശ്യം കൊള്ളാവുന്ന നല്ല അടിപൊളി ഒരു MG കൂടി കാണിച്ചു തരാം. ഇത് MG ഹെക്ടർ ആണ്. ഇതേതാ മോഡൽ? 2021 മോഡലാണ് വരുന്നത്. ഹെക്ടർ പ്ലസ് ആണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. ഹെക്ടർ പ്ലസ് 7 സീറ്റർ ആണ്. പ്ലസ് ആകുമ്പോൾ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് സാധാ MG-നേക്കാളും ഇത് 7 സീറ്റർ ആയിരിക്കും. സാധാ MG ആകുമ്പോൾ ഹെക്ടർ 5 സീറ്റർ ആയിരിക്കും അല്ലേ? ഓക്കെ, ഇത് കൊള്ളാലോ. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി അല്ലേ? അതെ. ഏതാ മോഡൽ പറഞ്ഞാൽ? 2021 മോഡൽ വരും. ഇത് ഡീസലോ പെട്രോളോ? ഇത് പെട്രോൾ മാനുവൽ ആണ്. 34,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. 34,000. അതെ. ഓക്കെ, പെട്രോൾ മാനുവൽ കേട്ടോ. പെട്രോൾ മാനുവൽ ആയതുകൊണ്ട് അത്യാവശ്യം ഒരു 10-12 മൈലേജ് പ്രതീക്ഷിക്കാം അല്ലേ? പിന്നെന്ന് പറയുമ്പോൾ ഈ കംപ്ലൈന്റ് ഒന്നും തന്നെ ഉണ്ടാവില്ല. പിന്നെ ഇന്റീരിയർ എല്ലാം പക്കയാണ്, നീറ്റാണ്, പുത്തൻ വണ്ടി പോലെ. സർവീസ് ഹിസ്റ്ററി എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയും കൂടി. അതെ അതെ അതെ. ഇതിന് ഞാൻ കണ്ട ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് മൈലേജ് കുറവാണെന്നുള്ള വെച്ചാൽ വേറൊരു പ്രശ്നമില്ല. എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വണ്ടിയാണ്. പിന്നെ കയ്യിൽ പൈസ ഉള്ളവർക്ക് അതൊരു ഡ്രോബാക്ക് അല്ല തന്നെ. എങ്ങനെ എണ്ണടിക്കാൻ ഓടുക അല്ലേ? മോശമൊന്നുമില്ല കേട്ടോ. പിന്നെ എന്ത് വിലയുണ്ട് ഇതിന്? ഇത് നമ്മളിപ്പോൾ ആസ്കിങ് 1370 ആണ്. 1370 പറഞ്ഞാൽ 10-20 ലക്ഷം രൂപേൻ്റെ അടുത്ത് വില വന്ന ഒരു വണ്ടിയാണ് അല്ലേ? മോശമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ആർക്കെങ്കിലും വേണമെന്ന് നോക്കിയോ, മാക്സിമം ഒരു 90% ലോണും കയറും. ഉറപ്പായിട്ടും കിട്ടൂലേ? ഉറപ്പായിട്ടും. നമുക്ക് സിവിൽ സ്കോർ, അതാണ് ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യം. സിവിൽ സ്കോർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 90%ഓളം ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, വരുന്ന നിങ്ങളുടെ സിബിൽ സ്കോർ മാത്രം ആശ്രയിച്ചിരിക്കും ഈ പറഞ്ഞ ലോൺ എമൗണ്ടും കാര്യങ്ങളൊക്കെ. ആർക്കെങ്കിലും വേണേൽ നോക്കിക്കോളൂ. എന്തായാലും കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് വേറെ വണ്ടികൾ കാണിക്കാനില്ലേ? കാണിച്ചു കൊടുക്കാം അല്ലേ? അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം ഫോക്കസിൽ കിടക്കുന്ന ഒരു ഹൈലൈറ്റ് സാധനം എന്താ? ഈ സ്കോർപ്പിയോ ആണല്ലേ? സ്കോർപ്പിയോ ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ വണ്ടി കേട്ടോ. അതായത് ശരിക്കും പറഞ്ഞാൽ സ്കോർപ്പിയോ ഒക്കെ പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ മഹീന്ദ്രൻ്റെ വണ്ടി എന്ന് പറഞ്ഞാൽ എല്ലാവരും പുച്ഛിച്ചുകൊണ്ടിരുന്ന സാധനമാണ്. പക്ഷേ ഇന്ന് അങ്ങ് ഏറ്റവും പ്രീമിയം കണ്ടീഷനിൽ ഇറങ്ങിയിട്ടുള്ള സാധനം കേട്ടോ. ഇത് നോക്കിയോ, ഇതേതാ മോഡൽ? ഏതാ ഇത്? 2023 13,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. ഇത് ഡീസലാ? പെട്രോൾ ഓട്ടോമാറ്റിക്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. സ്കോർപ്പിയോ N എന്ന് പറഞ്ഞ വേർഷനാണ്. 2023 ആണ്. ബട്ടൺ സ്റ്റാർട്ട് ഉൾപ്പെടെ എല്ലാവിധ ഫീച്ചേഴ്സും വരും. നോക്കി, എന്തൊരു പ്രീമിയം സാധനം അല്ലേ? അത് മാത്രമല്ല സീറ്റൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഇലക്ട്രിക്കലി അല്ലേ? കൊള്ളാം. പെട്രോൾ മാനുവൽ അല്ലേ? അല്ല, പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. 13,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 4 വീലർ ഒന്നും അല്ലല്ലോ, നോർമൽ അല്ലേ? ഏറ്റവും ടോപ്പ് എൻഡ് ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതുപോലെ തന്നെ സൺറൂഫ് ഉൾപ്പെടെ എല്ലാ സാധനവും വരുന്നുണ്ട്. നമ്മുടെ ആസ്കിങ് 2360 ആണ് വരുന്നത്. 23,60,000 രൂപ. എന്ത് വരെ ഉണ്ടെന്ന് അറിയോ? ഇത് ഓൺ റോഡ് വരുമ്പോൾ ഒരു 29 അടുപ്പിച്ച് വരുന്നുണ്ട് അല്ലേ? ഓ, 10-30 ലക്ഷം രൂപ മേലെ വിലയുള്ള വണ്ടിയാണ്. അതെ അതെ. ഓക്കെ, 360 ക്യാമറ ഒക്കെ എല്ലാം കമ്പനി ഫിറ്റഡ് ആയിട്ട് വരും. നല്ല ക്ലീൻ വണ്ടിയാണ് കേട്ടോ. 23,60. ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് നോക്കിക്കോ. പുതിയതൊക്കെ എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ പുതിയത് എടുക്കുന്നതിനേക്കാളും നല്ലൊരു പൈസ കുറച്ച് കിട്ടുമല്ലോ അല്ലേ? ഒന്ന് പ്രിഫറൻസ് കൊടുക്കുക. നമ്മൾ നേരെ ഫോക്കസിലേക്ക് വരിക. ഇത്രയും ക്ലീൻ ആയിട്ടുള്ളൊരു സ്കോർപ്പിയോ എടുക്കാൻ താല്പര്യമുള്ളവർ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അവരുടെ ഷോറൂമിൻ്റെ പുറത്തായിട്ട് 2 അടിപൊളി ക്രിസ്റ്റ കൂടി നിർത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ ഏതാ മോഡൽ ക്രിസ്റ്റ? ഇതിപ്പോ 2018 മോഡലാ വരുന്നത്. ഡൽഹി രജിസ്ട്രേഷനിൽ നിലവിൽ നിൽക്കുന്ന വണ്ടിയാണ്. NOC നമ്മൾ എടുത്തു കൊടുക്കും. കിലോമീറ്റർ വന്നിട്ട് 150 ഓടിയിട്ടുണ്ട്. ഡീസൽ മാനുവൽ ആണ് വണ്ടി വരുന്നത്. അടിപൊളി. ഇത് നമുക്ക് എന്താ പ്രൈസ് എത്രയാ? ഇത് നമ്മൾ 1430 ആണ് ആസ്കിംഗ് പ്രൈസ്. വിത്ത് NOC. ഓക്കെ, അപ്പോൾ പേപ്പർ ആക്കാനുള്ളത് വേണമെങ്കിൽ ചെയ്തോളൂ അല്ലേ? NOC തരും. അതുപോലെ തന്നെ ഇത് G4 അല്ലേ? അതെ, മാനുവൽ 2.4G മാനുവൽ ആണ്. അതുപോലെ തന്നെ ഈ ക്രിസ്റ്റയാണെങ്കിലോ 2016 മോഡലാണ്. 2.8G ഡീസൽ ഓട്ടോമാറ്റിക്കലി വരുന്ന വണ്ടിയാണ്. 190 ഓടിയിട്ടുണ്ട് വണ്ടി. കറക്റ്റ് ഹിസ്റ്ററി എല്ലാം അവൈലബിൾ ആയിട്ടുള്ള വണ്ടിയാണ്. അതെ അതെ. ഇത് KL റീ രജിസ്റ്റർ ചെയ്തേക്കുന്ന വണ്ടിയാ. നമ്മൾ ആസ്കിങ് വെറും 14 മാത്രമേ ചോദിക്കുന്നുള്ളൂ. അതെ അതെ. അതെ. നിങ്ങൾ നോക്കിക്കോളൂ. 2016 വണ്ടി G4 ഓട്ടോമാറ്റിക് പേപ്പർ ആയ വണ്ടിയാണ്. 14 ലക്ഷം രൂപ. അത് നെഗോഷ്യബിൾ ആണല്ലേ? ഒന്ന് കോൺടാക്ട് ചെയ്തോ. 2 ക്രിസ്റ്റ ഇവിടെ കിടപ്പുണ്ട്. വേറെ 1-2 കൂടി അങ്ങോട്ട് കാണിച്ചു തരാം കേട്ടോ. അതുപോലെ തന്നെ ഒരുവിധം എല്ലാവരും എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വണ്ടിയാണ് അല്ലേ? എല്ലാവരുടെയും ഇഷ്ട വാഹനത്തിൽ ഒന്നാണ് ഫോർച്യൂണർ ആണ്. ഇതേതാ മോഡല്? ഇത് 2017 4x2 വേരിയന്റ് ആണ് വരുന്നത്. നമുക്ക് 92,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. റീ രജിസ്ട്രേഷൻ ആണ് വണ്ടി. പേപ്പർ ആയോ? പേപ്പർ ആയി KL മാറ്റിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിൽക്കുന്നത്. ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിട്ടുള്ള വണ്ടിയാണ്. റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വണ്ടിക്കില്ല. നമ്മൾ ആസ്കിങ് 30 lakhs ആണ്. 30 ലക്ഷം രൂപ. അതായത് പേപ്പർ ആയ വണ്ടിയാണ്. 2017 മോഡൽ അല്ലേ? വലിയ ഓട്ടമൊന്നും പറയാനില്ല. നോർമൽ തന്നെയാണ്. അപാകതൊന്നുമില്ലല്ലോ. കൊള്ളാം. അപ്പോൾ ആർക്കെങ്കിലും വേണേൽ നോക്കിക്കോളൂ. 2017 മോഡൽ 2 വീലർ മാനുവൽ വണ്ടി. ഡീസൽ ഓട്ടോമാറ്റിക്. 2 വീലർ ഓട്ടോമാറ്റിക് ആണ്. ഡീസലാണ്. 30 ലക്ഷം രൂപ അല്ലേ? നെഗോഷ്യബിൾ ആവും. നല്ലോണം കുറയും.
അടിപൊളി. അപ്പോൾ എന്തായാലും ആർക്കെങ്കിലും വേണം നോക്കിക്കോട്ടെ, അതൊക്കെ നിങ്ങൾ മിസ് ചെയ്യണ്ട. അപ്പോൾ എന്തായാലും ഈ കാണിച്ച വണ്ടികളൊക്കെ നിങ്ങൾക്ക് ഏറ്റവും വില കുറച്ചിട്ട് ക്വാളിറ്റിയുള്ള വണ്ടികളല്ലേ, നമ്മൾ ആൾക്കാർ വരുമ്പോൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കണേ. ഉറപ്പായിട്ടും കൊടുക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് മൈൻഡ് അപ്പ് ആണ്. ഈ ഒരു അവസരം കളയേണ്ട, നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ വേണമെങ്കിൽ നിങ്ങളത് കോൺടാക്ട് ചെയ്തോളൂ. നമ്പറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വിളിക്കുമ്പോൾ നമ്മൾ ആൾക്കാരാണ് വിളിക്കുന്നതെങ്കിൽ മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് കൊടുത്തേ. ഓക്കെ, എന്തായാലും അടുത്തൊരു കിലോ വീഡിയോ വീണ്ടും കാണാം കേട്ടോ.